രണ്ട് നല്ല പഴുത്ത തക്കാളി എടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ശരിക്കും നല്ലവണ്ണം ഉടക്കണം. ഇതുപോലെ നന്നായി ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, അര സ്പൂൺ ഉലുവ പൊടിച്ചത്, ഒരു നുള്ള് കായം. എല്ലാം ചേർത്തതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയെടുത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ പകുതി മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം പുളി ഉണ്ടോ നോക്കും. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നന്നായി തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇപ്പോൾ ഇവിടെ രസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെ ഉപ്പും പുളിയും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. കുറച്ച് പുളിയും എരിവൊക്കെ കുറവുണ്ട്. ഞാനിവിടെ കുറച്ച് പുളിയും കൂടി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വറുത്തൊഴിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.